പ്രിയപ്പെട്ട നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി 90 വയസ്സ് ഇപ്പോൾ അല്പസമയം മുമ്പ് മരണപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. എളമക്കരയിലെ വീട്ടിലായിരുന്നു. കുറേ നാളുകളായി അസുഖബാധിതയായി കിടപ്പിലായിരുന്നു. നമുക്കറിയാം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം. എപ്പോഴും മോഹൻലാലിന് പറയാനുള്ളത് അമ്മയെക്കുറിച്ച് മാത്രമായിരുന്നു. അച്ഛൻ്റെ മരണവും അതോടൊപ്പം തന്നെ സഹോദരൻ്റെ മരണത്തിന് ശേഷം മോഹൻലാലിന് അമ്മയ്ക്കും മോഹൻലാലും എന്ന ഒരു യാത്രയായിരുന്നു അവർ. കഴിഞ്ഞ പെരുന്നാളിനായിരുന്നു, 89-ാം വയസ്സ് പെരുന്നാളിനായിരുന്നു. അന്ന് അമ്മയ്ക്ക് തീരെ വയ്യെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കുന്ന നിലയിലായിരുന്നു, ഒരു സംഗീതാർച്ചനയൊക്കെ ഏർപ്പെടുത്തിയായിരുന്നു ആഘോഷമാക്കിയത്. ലാസ്റ്റ് മോഹൻലാൽ ഡയറക്റ്റ് ചെയ്ത പടം ബറോസ് കാണാൻ അമ്മയില്ല എന്നൊരു ദുഃഖം, എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖം മോഹൻലാൽ അന്നത്തെ അഭിമുഖങ്ങളിലൊക്കെ പങ്കെടുത്തു. അമ്മയെ കണ്ടതിന് ശേഷമാണ് ആ ഒരു പ്രോഗ്രാമിൽ വരെ വന്നത്. എനിക്കൊന്ന് വലിയൊരു പ്രോഗ്രാം മനോരമ നടത്തിയ പ്രോഗ്രാമിൽ വന്നപ്പോൾ ഒരു കുട്ടിയുടെ ചോദ്യത്തിനാണ്, ഞാനിപ്പോഴും അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. അത്ര ബന്ധമായിരുന്നു അമ്മയും മകനും എന്നുള്ള ബന്ധം. പല സിനിമയിലും മോഹൻലാലിൻ്റെ പല സിനിമയിലും കഥാപാത്രങ്ങളായി അമ്മ വേഷം ചെയ്യുന്ന കബീർ പൊന്നമ്മയും കെ.പി. സുനിലൊക്കെ കാണുമ്പോഴും ഒരു സ്വന്തം അമ്മ എങ്ങനെയാണ് എന്ന് അവർ വരെ പറഞ്ഞിട്ടുണ്ട്. ലാലിൻ്റെ അമ്മയാണ്, ശാന്തകുമാരി തന്നെയാണ് ഞാൻ എന്ന് അവർ പറയുമ്പോൾ അത്രമാത്രം അമ്മയുമായിട്ടുള്ള ബന്ധം ഇവർക്കെല്ലാം അറിയാമായിരുന്നു. എപ്പോഴും മോഹൻലാൽ എവിടെയുണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ അമ്മയുടെ അടുത്തെത്തുന്ന ഒരു ശീലമായിരുന്നു. അതെല്ലാ ഓണത്തിനും ലാലേട്ടൻ അവിടെ പറന്നെത്തി അമ്മയുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്കായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളായി അമ്മയ്ക്ക് തീരെ വയ്യാതെയായ ഒരു സ്ട്രോക്ക് വന്നതോടുകൂടിയാണ് അമ്മയ്ക്ക് തീരെ വയ്യാതെയായത്. അതിനുശേഷമാണ് അമ്മയുടെ ഒരു മരണം. ശാന്തകുമാരി അമ്മയുടെ 89-ാം പിറന്നാളിനായിരുന്നു അത്തരമൊരു ആഘോഷം. അതിനുശേഷം അത്തരമൊരു ആഘോഷങ്ങളൊന്നും ലാലേട്ടൻ നടത്തിയിട്ടില്ല. ലാലേട്ടന് അമ്മയെ എത്രമാത്രം സന്തോഷിപ്പിക്കാനോ പറ്റുമോ അത്രമാത്രം സന്തോഷിപ്പിക്കുന്ന ഒരു നിലയിലേക്കായിരുന്നു പോയത്. ഫാൽക്കോ അവാർഡ് കിട്ടിയപ്പോൾ അമ്മയെ കൊണ്ട് കാണിക്കാനുള്ള ധൃതിയായിരുന്നു ലാലേട്ടന് ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ. ആ ഒരു അമ്മയുമായുള്ള ഒരു ബന്ധത്തിൽ ഇപ്പോൾ അമ്മ മരിച്ചിരിക്കുന്നു. മോഹൻലാലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേര് നൽകിയതും അച്ഛൻ്റെയും അമ്മയുടെ പേര് ചേർത്തായിരുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മരണപ്പെടുമ്പോൾ ലാലേട്ടൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. തുടക്കമെന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴായിരുന്നു ഫോൺ വരികയും ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തത്. കൊച്ചിയിൽ തന്നെയായിരുന്നു ഓടിയെത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് ഫോൺ വരുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ നിറയുന്നത് കണ്ടവരാണ്. അവിടെ നിന്ന് ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അമ്മയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ എനിക്ക് കിട്ടുന്ന വിവരം തിരുവനന്തപുരം എന്നാണ് പറയപ്പെടുന്നത്. കാരണം അച്ഛനുമൊക്കെ മരണപ്പെട്ടിരുന്ന ആ വീട് അത്രമാത്രം ബന്ധങ്ങളുള്ളൊരു വീടായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് അവിടെയാണ് സംസ്കാര ചടങ്ങെന്ന് പറയപ്പെടുന്നുണ്ട്. അത് അല്പസമയത്തുള്ളിൽ തീരുമാനിക്കും. ചിലപ്പോൾ ഈ വാർത്താ പ്രേക്ഷകർ കാണുമ്പോൾ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകാം. എന്തായാലും മോഹൻലാൽ എന്നാൽ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു സ്വത്തായിരുന്നു. എന്നും താരാട്ടുപാട്ടുകൾ പോലെ പാടിക്കൊടുത്ത് വരെ നടന്ന ചരിത്രങ്ങൾ മോഹൻലാൽ പല അഭിമുഖത്തിൽ പറഞ്ഞു. അമ്മയോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് മാതൃദിനങ്ങളിൽ അമ്മയുമായിട്ട് ഇവർ ഒരുമിച്ച് സ്റ്റേജുകൾ പങ്കെടുത്ത വാർത്തകൾ അന്ന് ഉണ്ടായിരുന്നു. മാതൃദിനത്തിൽ അമ്മയും മകനും ഒരുമിച്ച് ഒരേ സ്റ്റേജിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു പ്രസംഗം സമദാനിയൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറയുമ്പോൾ സമദാനിയുടെ കണ്ണ് നിറയുന്ന ഒരു ഇതുണ്ട്. സമദാനി അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിന് വേദനിക്കുന്ന ദൃശ്യങ്ങൾ, അങ്ങനെ എന്തോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു കാലമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ശാന്തകുമാരി അമ്മ മരണപ്പെട്ടിരിക്കുന്നു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സജ്ജനമായ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ എളമക്കര വീട്ടിലും അമൃത ഹോസ്പിറ്റലുമായിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. അത് ട്രിവാൻഡ്രത്തിൽ വരുന്നത് തന്നെ ഈ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തന്നെയായിരുന്നു. പിന്നീട് മോഹൻലാലിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. സുചിത്ര ചേച്ചി കൊച്ചിയിലെത്തിയാൽ അമ്മയുടെ അടുത്ത് പോകാതെ ഒരു നിമിഷം പോലും ഇരിക്കാറില്ല. അത്രമാത്രം മക്കളുമൊക്കെ ആയിട്ട്, മായയായിട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രണവായിട്ടൊക്കെ ആണെങ്കിലും വലിയ ആത്മബന്ധമാണ്. അന്ന് കഴിഞ്ഞ 89-ാം പിറന്നാൾ ആഘോഷവും പ്രണവ് കയറുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടായിരുന്നു. മോഹൻലാൽ തന്നെ ഷെയർ ചെയ്ത വീഡിയോ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്തായാലും അമ്മയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.